ശുഭദിന സന്ദേശത്തിൻ്റെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. ഒരു യാത്രയുടെ ഭാഗമായതുകൊണ്ടാണ് കുറച്ച് ദിവസം നിർത്തിവെച്ചത്. നമ്മുടെ രാഷ്ട്രം ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തീർന്നതിൻ്റെ 79 വർഷത്തിൻ്റെ ആഘോഷമാണ് കഴിഞ്ഞ ദിവസം നമുക്കുണ്ടായത്. നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് വിദേശ രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്നായിരുന്നു. നമ്മളെ ഭരിക്കാൻ നമ്മൾ തന്നെ ഭരിക്കാം, നമ്മൾ തന്നെ ഭരിക്കും എന്നുള്ള ആ സ്വാതന്ത്ര്യം, അടിമത്തമില്ല എന്നുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ മറുവശം എന്ന് പറയുന്നത് അടിമത്തമാണ്. എവിടെ നമ്മൾ ആരുടെയെങ്കിലും അടിമയാവുന്നുവോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും അടിമയാവുന്നുവോ അവിടെ നമ്മുടെ സ്വാതന്ത്ര്യം തീർന്നു, സ്വാതന്ത്ര്യത്തിൻ്റെ പണി കഴിഞ്ഞു, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഒരു വിദേശ രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതുകൊണ്ടും അവരുടെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ മാറി എന്നുള്ളതുകൊണ്ടും മാത്രം നമ്മളൊരു സ്വതന്ത്ര രാഷ്ട്രമായി തീർന്നു എന്ന് പൊളിറ്റിക്കൽ ആയിട്ട് രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ പറയാമെന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ സ്വതന്ത്രരാണോ എന്നുള്ളതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഭരണത്തിൻ്റെ ഘടന അനുസരിച്ച്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന അനുസരിച്ചുള്ള ഒരു ഭരണം ഉണ്ടാവണം. അപ്പം ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം ഉണ്ടെങ്കിൽ മാത്രമേ നാം ഉദ്ദേശിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണത കൈവരികയുള്ളൂ. ആ ഭരണഘടന അനുസരിച്ചുള്ള ഭരണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, ഭരിക്കുന്നവർക്ക് ഒരു പൊളിറ്റിക്കൽ കോൺഷ്യൻസ് ഉണ്ടാവണം, ഭരണഘടനാ മനസാക്ഷി ഉണ്ടാവണം. ആ ഭരിക്കുന്നവർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിയമം ഉണ്ടാക്കുന്ന പാർലമെൻറ്റ്, അതുപോലെ ഭരിക്കുന്ന എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയും, അതുപോലെ നിയമം വ്യാഖ്യാനിക്കുന്ന ജുഡീഷ്യറി. ഇത് 3 സ്റ്റേറ്റിൻ്റെ ഗവേണൻസിൻ്റെ ഭാഗമാണ്. ഈ 3 കൂട്ടർക്കും ഒരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭരണഘടനാനുസൃതമായിട്ട് നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് പോവുകയുള്ളൂ. അവർക്കത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഷ്യസ്നെസ് ഉള്ള ഒരു സമൂഹത്തെ ഈ ഭരിക്കുന്നവരെ നാം തിരഞ്ഞെടുക്കണം. പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ഭരണഘടനാ അവബോധമാണ്. ആ ഭരണഘടനാ അവബോധം എന്ന് പറയുന്നത് നാം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ നമ്മുടെ ഭരണഘടനയാണെന്നുള്ളത്. വി ദ പീപ്പിൾ ഹാവിംഗ് റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ. നമ്മളാണ് ഈ രാഷ്ട്രത്തെ മെനഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ രാഷ്ട്രത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ നമുക്ക് വലിയ പങ്കുണ്ട്. അങ്ങനെയുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഷ്യസ്നെസ് അവബോധം ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് നമ്മുടെ നേതാക്കന്മാർ അവരുടെ ജീവിതം ഹോമിച്ച ഒരുപാട് പേരുണ്ട്, ജീവനും ഹോമിച്ചവരുണ്ട്. അവരെല്ലാം ഹോമിക്കാൻ കാരണം തങ്ങൾക്ക് ഒരു ഭരണഘടന അവബോധം, ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്, അത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം തങ്ങളെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത്, നമ്മുടെ ഈ സമൂഹത്തിന് ഒരു നന്മയുണ്ടാവണം, സമൂഹത്തിന് ജാതി, അഴിമതി, അങ്ങനെയുള്ള അടിമത്തങ്ങളിൽ നിന്നൊക്കെയുള്ള മോചനം ഉണ്ടാവണം എന്നുള്ളതൊക്കെ കണക്കാക്കി നല്ലൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കണം. ആ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് അതിനെ കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് തടസ്സമായി നിൽക്കുന്നത് വിദേശാധിപത്യമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിദേശാധിപത്യത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ തങ്ങളുടെ ജീവനും ഹോമിച്ചു. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മുടെ സ്വതന്ത്ര രാജ്യം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തോട് ഭരണഘടനാനുസൃതമായി മുന്നോട്ട് പോകുന്നതിനായിട്ട് നാം എന്ത് ത്യാഗം അനുഷ്ഠിക്കുന്നുണ്ടെന്നുള്ളതാണ്. നാം ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് നാം എന്ത് ത്യാഗം അനുഷ്ഠിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത് ഭരിക്കുന്നവരോ ജുഡീഷ്യറിയോ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ല, നമ്മൾ പൗരന്മാർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ പൗരന്മാരുടെ നല്ല ഉത്തരവാദിത്തം നല്ല രീതിയിൽ നമ്മൾ നിർവഹിക്കുമ്പോൾ, ഒരു ഭരണഘടന അവബോധത്തോടുകൂടി നിർവഹിക്കുമ്പോൾ ഒരു രാജ്യം നല്ല രാജ്യമായിട്ട് മാറും. നല്ലൊരു സമൂഹങ്ങളുണ്ടാവും, നല്ല സമൂഹം ഉണ്ടാവും, നല്ല രാഷ്ട്രം ഉണ്ടാവും. അത് ജാതിക്ക്, മതത്തിന്, വർഗത്തിന്, വർണ്ണത്തിന്, ഭാഷയ്ക്ക്, ലിംഗത്തിന്, ദേശത്തിന് അതീതമായിട്ട് എല്ലാവരെയും തുല്യരായി കാണാനും എല്ലാവരിലുമുള്ള തുല്യത അംഗീകരിക്കാനും എല്ലാവരെയും ആ തുല്യതയുടെ ബഹുമാനത്തോടെ പരിഗണിക്കാനും ഒക്കെ നമുക്ക് കഴിയുമ്പോഴാണ് ആ സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ ഒരു പ്രകടനം നമ്മളുണ്ടാകുന്നത്, ഒരു കാഴ്ചവെക്കൽ അല്ലേ, അത് ഉണ്ടാകാനായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഡെമോൺസ്ട്രബിൾ ക്വാളിറ്റി ഓഫ് ഫ്രീഡം എന്ന് പറയും. അതുണ്ടാവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.